എൻ്റെ കാര്യത്തിൽ അത് നടക്കില്ല. ഇപ്പോൾ അവരുടെ കാര്യത്തിൽ ഒരാളുടെ കാര്യത്തിൽ നടക്കുന്ന പോലെ നമുക്ക് തന്നെ പറ്റണമെന്നില്ലല്ലോ. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നാട്ടിൽ പെരുന്നാളും അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ ആഘോഷിച്ചിട്ടൊക്കെ ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ലാൻഡ് ചെയ്തു. അപ്പം ഒരുപാട് ഒതുക്കാനും അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതിനൊക്കെ മുന്നേ ഒരു കാര്യം കണ്ടേട്ടെ. ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ട് നിങ്ങൾ തക്കാളിയുടെ പോലെയാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. അങ്ങനെ പേർസിമണ്ണ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു പേര്. ഇതിൻ്റെ ഉള്ളിൽ സീഡില്ല. ആപ്പിൾ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുരുക്കളുണ്ടാവുമല്ലോ, അപ്പം അതൊക്കെ ചെത്തി കളയണം. ഇതങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് തൊലി പോലും ചേർത്തട്ട ഇങ്ങനെ നല്ല രീതിയിൽ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഫ്രിഡ്ജിൽ ഇത്തിരി നേരം വെക്കണേ. എന്നിട്ട് ഇത്തിരി കൂളായിട്ട് ഇത്തിരി തണുപ്പിച്ചിട്ട് കഴിക്കണം. അപ്പം നല്ല രസമാണ്. ഒരു എന്താ പറയുക, കരിക്കിൻ്റെയും പപ്പക്കായരിയും അങ്ങനത്തെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. വിലയുണ്ട് കേട്ടോ, 250 രൂപ നമ്മുടെ കിലോന്. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങി കഴിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ നല്ല രീതിയിലൊക്കെ ആഘോഷിച്ചു. മന്തി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എന്നോട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു റെസിപ്പി. അപ്പം ഞാനത് ഒരു വ്ളോഗായിട്ടിടാം. പറഞ്ഞു തന്നാൽ ശരിക്കും അങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ അളവിലൊക്കെ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അവിടെയാണെങ്കിൽ സൗകര്യക്കുറവുകൊണ്ട് പിന്നെ തിരക്കുമായിരുന്നു. അപ്പം അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് അത് കാണിക്കാനും പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്നോട് കുറച്ച് പേര് ചോദിച്ചു, ഞാനന്ന് ടൈം ടേബിൾ വീഡിയോ ഇട്ടില്ലേ, അപ്പം എങ്ങനെയാണ് ടൈം ടേബിൾ എഴുതണേ, ഞാൻ എങ്ങനെ എഴുതണേ എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാട്ടിത്തരാം. അതിനേക്കാൾ മുന്നേ കുറച്ച് ക്ലീനിങ്ങുകളുണ്ട്, കാരണം നാട്ടിൽ നിന്ന് വന്നതല്ലേ. ഞാൻ ഇവിടുന്ന് ഒതുക്കിയിട്ടാണ് പോയത്. എന്നാലും വലിയ ഇങ്ങനെ മോശമായിട്ടൊന്നും ഇരിക്കണില്ല, അതെന്തോ ഒരു ഭാഗ്യം. അപ്പം എന്നാലും ഒന്ന് മറ്റേ സെറ്റി ഒന്ന് ഒതുക്കണം, അടിച്ചു വരണം, തുടയ്ക്കണം. അതേപോലെ തന്നെ മുറ്റം, അയ്യോ പോയി വന്നപ്പോൾ മുറ്റമൊക്കെ ആകെ വൃത്തികേടായിട്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അതിനൊക്കെ മുന്നേ ഒരു കാര്യം കാട്ടി തരട്ടെ. ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിയിട്ട് ആമസോണിൽ നിന്ന് അല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങി. കാരണം അത്രയ്ക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളാട്ടെ ഞാൻ കാട്ടിത്തരാം. അങ്ങനെ നിങ്ങൾക്കത് അത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം ഇത് എൻ്റെ മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യം, അതുകൊണ്ട് ഞാൻ വാങ്ങിയതാ. നല്ല എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഈ സാധനം കത്തിച്ച് വെച്ചാൽ നല്ല മണം, നല്ല എന്താ പറയുക സുഗന്ധം പരക്കും. എനിക്കതുണ്ടായിരുന്നു, ഇതൊരു കുഞ്ഞിതുണ്ടായിരുന്നേ, പക്ഷെ അത് പൊട്ടിപ്പോയി. ആദ്യട്ടൊന്ന് പൊട്ടിച്ച് കളഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ ട്യൂഷൻ എടുക്കുമ്പോൾ കിട്ടിയ പൈസ ഒക്കെ എടുത്ത് വെച്ച് വാങ്ങിയതാണ് ഈ കുറച്ച് സാധനങ്ങൾ. അങ്ങനെ നമ്മുടെ അധ്വാനിച്ചിട്ട് നമ്മൾ തന്നെ വാങ്ങുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സുഖല്ലേ. തന്നെ അധ്വാനിച്ച് അതുകൊണ്ടൊക്കെ വാങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം. ഈ ഒരു നിമിഷം എനിക്ക് എത്ര സന്തോഷം കിട്ടിയെന്നറിയോ. കാരണം ഒരു ചെറിയ സാധനം ആയിക്കോട്ടെ, എന്നാലും അത് വാങ്ങി നമ്മുടെ ഒരു അധ്വാനം കൊണ്ട് വാങ്ങി വെച്ചപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം നമുക്ക് സന്തോഷിക്കാനായിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബത്തിലെ അമ്മമാർ ഹാപ്പി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ കുടുംബം മൊത്തം ഹാപ്പി ആയിട്ടിരിക്കും. കാരണം നമ്മളാണ് നമ്മുടെ കുടുംബത്തിലെ വിളക്ക്. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, അപ്പോൾ ആ ഹാപ്പിനെസ് മറ്റുള്ളവരിലേക്കും അത് റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാം. അതിപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൂട്ടാനല്ല, പക്ഷേ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ, ഇങ്ങനെ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ, അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്നൊക്കെ വാങ്ങാം. പിന്നെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ അതൊക്കെ ചെയ്യാം. ചിലപ്പോൾ ഒരാൾക്ക് ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോവുക. ശരിക്കും പറഞ്ഞാലേ നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ എന്താണ് വേണ്ടതെന്ന് അത് കണ്ടുപിടിക്കലാണ് ഒരു കാര്യം. ചിലർക്ക് ഒന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നതായിരിക്കും, ചിലർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ വല്ലവർക്കും മോട്ടിവേഷണൽ ക്ലാസ് കേൾക്കുന്നതായിരിക്കാം, ചിലപ്പോൾ യോഗ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ വായിക്കുന്നതായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. അതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം നമ്മളത് വയ്ക്കുക. പരമാവധി മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു കൊച്ചു ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഉരുകി തീർന്നിട്ട് എന്താ കാര്യം? നമ്മുടെ ലൈഫിൽ നമ്മുടെ ഇഷ്ടങ്ങളും കൂടി കണക്കിലെടുക്കണ്ടേ? അല്ലാതെ വെറുതെ ജീവിച്ച് മരിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ അപ്പോൾ കുറച്ച്
നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സാധനം വാങ്ങുന്നത്. അതങ്ങനെ വാങ്ങി. എന്താ പൊട്ടിക്കാം. പിന്നെ അതേ വന്നപ്പോഴേക്കും ചതുരം പയറൊക്കെ ഒരുപാടുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കുറച്ച് അയൽവക്കത്തൊക്കെ ഒന്ന് കൊടുക്കണം കുറച്ച്. പിന്നെ 3 വഴുതനങ്ങ ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ മൂത്ത് പോയിട്ടാ ചതുരം പയർ. പിന്നെ വന്ന് പെരുന്നാൾ കഴിഞ്ഞ് വന്ന് 2 ദിവസം ഇവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പോക്കായി. അതുകൊണ്ടൊന്നും ശരിക്കൊന്നും നമുക്ക് ഡെയിലി വ്ളോഗ്സ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. സോറി. നാട്ടിൽ നിന്ന് വന്നപ്പോൾ പിന്നെ പെരുന്നാൾ പലഹാരമൊക്കെ നന്നായിച്ചിട്ട് മമ്മി. അച്ചപ്പം, കൊള്ളപ്പം, പിന്നെ കുറച്ച് കൊള്ളി വറുത്തതും, പിന്നെ ലൂബിക്കേരെ ഇത് നിങ്ങൾ എന്താ പറയാ ലൂബിക്കേനെ? ചിലവര് ലൗലോലിക്ക എന്നൊക്കെ പറയും. അത് ലൂബിക്കായ എന്ന് പറയും നമ്മുടെ അവിടെ. നെല്ലിക്കല്ലത് ലൂബിക്കായ. അപ്പം അത് കുപ്പിലിട്ട് വെച്ചു. അപ്പം എൻ്റെ കൂട്ടുകാർ റിജി പറഞ്ഞു നിനക്ക് വേണം, അവിടെ വേണ്ട ലൂബിക്കായ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ട, കൂടുതലാ. കഴിഞ്ഞ പ്രാവശ്യം മമ്മി തന്നയച്ചത് 2-3 എണ്ണപ്പോൾ കുറച്ച് 3-4 എണ്ണം ഇരിക്കുന്നുണ്ട്. പിന്നെ അത് ഇതും കൂടി ആയി കഴിഞ്ഞിട്ട് കുറേ നാളെടുക്കും ഇത് കഴിയാൻ. അന്നെണ്ണ വല്ലപ്പോഴും ഇങ്ങനെ എടുത്ത് തിന്നും. പിന്നെ ചോറുണ്ണാനായിട്ട് ഇരിക്കുമ്പോൾ 3-4 എണ്ണം ഞാൻ ചിലപ്പോൾ എടുക്കും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അതങ്ങ് മറന്നു പോകുന്നേ. അതാണ് ഇത്. എനിക്ക് എൻ്റെ ശ്രുതിയുടെ അമ്മ ഇട്ട് തന്നതാട്ടാ. ലൂബിക്കായരെ തന്നെ അച്ചാറ് നല്ല രസമുണ്ട്. ലൂബിക്കായരെ ഒരു എന്താ പറയാ മഹാസമ്മേളനമാണ് ഇവിടെ. ഉപ്പിലിട്ടത് അച്ചാറൊക്കെ ആയിട്ട് വേണ്ടതുണ്ട്. നിങ്ങളുടെ അവിടെ കിട്ടിയ ലൂബിക്കായൊക്കെ കിട്ടിയ? അപ്പം അതിൻ്റെ സീസണല്ലേ. നോക്കിയേ എണ്ണ. പിന്നെ നമ്മുടെ അടുത്തതാണ് ഈ സാധനം. ഫാനിൻ്റെ അവിടുത്തെ പൊടി തട്ടാനായിട്ട് എനിക്ക് ഭയങ്കര പാടല്ലേ. ഞാൻ കസാരയിൽ കയറി നിന്നിട്ട് തുണികളൊക്കെ തുടയ്ക്കാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊരു സാധനം കണ്ടു. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ ഇത് നമുക്ക് വെറ്റാക്കിയിട്ട് നമുക്ക് തുടയ്ക്കുമ്പോൾ നല്ല ക്ലീനാവും നമ്മുടെ ഫാനൊക്കെ. പിന്നെ അതേപോലെ തന്നെ തുമ്പൊക്കെ വളച്ചിട്ട് അതിൻ്റെ ലീഫൊക്കെ കറക്റ്റായിട്ട് ക്ലീനാക്കിയിട്ട് തുടയ്ക്കാനൊക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അത് ആവശ്യം കഴിഞ്ഞ് ഒരു മാറ്റി കഴുകി നമുക്കത് കീപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടാ. പിന്നെ നമുക്ക് ഇതിൻ്റെ എന്തോരം ലെങ്ത്തിൽ വേണമെങ്കിൽ ആണെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ നമുക്ക് നീട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഓരോ പാക്കറ്റുകളും കുപ്പികളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന 4 ഓർഗനൈസേഴ്സാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സോ ക്രീമോ എന്ത് വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ പച്ചക്കറികൾ കൂടാണ്ട് പലചരക്കും ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. കാരണം ഈ പരിപ്പ്, മുതിര, കടല സംഭവങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. പക്ഷേ കുറച്ച് നാൾ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അത് പെട്ടെന്ന് ഉച്ച വന്ന് പ്രാണിയൊക്കെ വന്ന് നാശവും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു കുഴപ്പമില്ല. നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ പൗഡേഴ്സും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോവുക. അപ്പോൾ കേടാവാണ്ട് അങ്ങ് കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാനത് വാങ്ങി. അപ്പം ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിയതാണ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്. അത് ഞാൻ ഇപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് 2 ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഓൾറെഡി ഞാനിതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയായിരുന്നു. അങ്ങനെ കമ്പ്യൂട്ടർ കേടായതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റാഞ്ഞതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് നിങ്ങളോടൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതാരും വാങ്ങാതിരിക്കാനാണ് നല്ലത് കേട്ടോ. കാര്യം പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയുടെ ഒന്നല്ല, പക്ഷേ അതിൻ്റെ ലിഡ് ഉണ്ടല്ലോ, അടുപ്പ് കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരുന്ന് അടയണില്ല. ഞാൻ വലിയതും ചെറുതും വാങ്ങിയിട്ടുണ്ട്. വലിയതിൻ്റെ ലിഡ് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ചെറിയ കണ്ടെയ്നേഴ്സിൻ്റെ ലിഡൊക്കെ ഭയങ്കര എന്താ പറയുക ലൂസാണ്. നമുക്ക് അടച്ച് വെക്കാം എന്ന് മാത്രം. പുറത്ത് കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞാൽ പൂപ്പിൽ വരുമോ എന്നൊക്കെ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇത് വാങ്ങിയോളാം കേട്ടോ. എനിക്ക് അഭിപ്രായമില്ല. നെക്സ്റ്റ് ഞാൻ വാങ്ങിയതാണ് ഇങ്ങനെ ഓയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. എനിക്കൊരു കുപ്പി അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ. പിന്നെ കുറേയൊക്കെ തുറന്ന് വെക്കണതൊക്കെ മോഡൽ കണ്ടപ്പോൾ അതൊന്നും എനിക്ക് താല്പര്യമായില്ല. ഇങ്ങനെ അടച്ച് വെക്കണ മോഡൽ പറഞ്ഞാൽ തപ്പി നടന്ന് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരെണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ദോശ ചുടുമ്പോഴും ഇഡ്ഡലിയുടെ മാവ് കോരി ഒഴിക്കണേക്കാളൊക്കെ മുന്നേ ഒന്ന് എണ്ണ തൂവി കൊടുക്കില്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെയാണ് തേച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഒരു പാത്രം തപ്പി നടന്ന് കിട്ടിയതാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല ക്വാളിറ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ച ഞാൻ വാങ്ങിയ വിലയ്ക്ക് ഇത് നല്ലതാണ് കേട്ടോ. എൻ്റെ ആവശ്യമൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്മോൾ കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഇതിൻ്റെ അടപ്പൊക്കെ ഭയങ്കര ലൂസായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നമുക്ക് അടച്ച് വെക്കാം, പക്ഷേ നല്ല ടൈറ്റൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഫ്ലിപ്കാർട്ടിൻ്റെ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ പണി കിട്ടി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാണ്ടിരിക്കട്ടെ, ആരും വാങ്ങണ്ട കേട്ടോ.
അടുത്തതാണ് ഈ സാധനം, നമ്മുടെ ഡിഷ് വാഷർ ലിക്വിഡൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുന്ന സാധനം. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ വാങ്ങിയ വലിപ്പം 1/2 ലിറ്ററിൻ്റെ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്കത് ഇഷ്ടമാവും, യൂസ്ഫുള്ളായിരിക്കും. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്നിടത്ത് 2-3 പാത്രം വേണം. എനിക്ക് ഉണ്ടായിരുന്നു 2 പാത്രം ഉണ്ട് എൻ്റെ പാത്രം കഴുകുന്നിടത്ത്. എനിക്ക് ഈ സാധനം വാങ്ങിയ പിന്നെ ഇപ്പോൾ ഈ ഒരു പാത്രത്തിലെല്ലാം അത് നടക്കുന്നുണ്ട്. നമുക്ക് ഓൾറെഡി ഡിഷ് വാഷർ ഒഴിക്കാനും പിന്നെ അത് നമ്മൾ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യാനും ഒക്കെ സെപ്പറേറ്റ് ഈ ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിയ സ്ഥിതിക്ക് ആ കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് കഴുകി വെക്കുക. ഇത് നമ്മൾ എന്ത് സാധനം വാങ്ങാന്ന് വെച്ചാലും അത് കഴുകി. അപ്പോൾ ഈ പാത്രം ഞാൻ കഴുകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന പോലെ ഒരു ഫീലിങ്. അപ്പോൾ ഇതിലെന്തോ കോട്ടിങ്ങിന് വേണ്ടി അവർ ചേർത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് കഴുകിയില്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചേർന്ന് നമുക്ക് ചിലപ്പോൾ വല്ല അസുഖങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പാത്രങ്ങൾ മാത്രമല്ല, എന്ത് സാധനം പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിലും കഴുകി, പ്രത്യേകിച്ച് നമ്മൾ കഴിക്കാനായിട്ട് സാധനങ്ങൾ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ മെയിനായിട്ട് അത് കഴുകി തന്നെ ഉപയോഗിക്കണേ. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ജെന്യുവനായിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ പറഞ്ഞത്. ഇനി എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കൂടിയും ചെയ്യാണ്ട്. കാരണം പിള്ളേർ കഴിച്ചു പോയ എൻ്റെ ഭാഗം കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി നമ്മുടെ മേശയൊക്കെ തുടച്ചിട്ട് അടിച്ച് വാരി തുടയ്ക്കണം. പിന്നെ പുറം അടിച്ച് വരണം. മുറ്റത്ത് ഒരുപാട് ചവറുകളുണ്ട്. നമ്മുടെ പ്ലാവിൻ്റെയും പിന്നെ ബാക്കിലത്തെ റംബൂട്ടാൻ്റെയും എല്ലാം വേണ്ടിയിട്ട് ഒരുപാടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീനാക്കണം. കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ക്ലീനാക്കണം. ആ പണികളെ ചെയ്യുന്നുള്ളൂ. ഇനി എനിക്ക് വയ്യ. ഞാനിത് ഒരുപാട് നാളെ നല്ല ഡെയിലി വ്ളോഗ്സ് ഇട്ടിട്ട് അപ്പോൾ അതിനും ഈ റിവ്യൂ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്ഷീണമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴും ഭയങ്കര ക്ഷീണമുണ്ട്. കാരണം ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ നമുക്ക് ഉറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്തല്ലേ പറ്റുള്ളൂ. എന്ത് ക്ഷീണമെന്ന് പറഞ്ഞാലും കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിളും അത് ഞാൻ വൃത്തിയാക്കി ഇടും കേട്ടോ. നമ്മുടെ വീടുകളിൽ ഏറ്റവും ക്ലീൻ ആയിട്ടിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണാണ്. കാരണം നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ തയ്യാറാക്കുന്നതല്ലേ, അവിടെ എപ്പോഴും ക്ലീനായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണമല്ലോ. കണ്ടോ, ഇതാണ് എൻ്റെ മുറ്റത്തിൻ്റെ കോലം. ഒരുപാട് ചവറ് വീണ് കിടക്കുന്നുണ്ട്. ഈ ചെടിച്ചട്ടിയുടെ സൈഡിലൊക്കെ ഒരുപാട് പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ട്. ആ ഗേറ്റിൻ്റെ അപ്പുറത്ത് ഒരുപാട് പുല്ലുകളുണ്ട്. ഇതൊക്കെ പറിച്ചുണ്ടാക്കണം. പിന്നെ ഇത് ഫ്രണ്ട് സൈഡ് മാത്രമാണ്, ബാക്ക് സൈഡിൽ ഒരുപാട് ചവറുകളുണ്ട്. അതൊക്കെ അടിച്ച് വാരണം. മുറ്റടിച്ച് വാരൽ തന്നെ കഴിഞ്ഞപ്പോൾ 1/2 മണിക്കൂറിന് മേലെ എടുത്തു കേട്ടോ. വീടിൻ്റെ അകവും പുറമൊക്കെ ക്ലീനാക്കി ഇടാന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഈ വീട്ടമ്മമാരെയൊക്കെ സമ്മതിക്കണ്ടേ. ഞാനടക്കമുള്ള വീട്ടമ്മമാരുടെ കാര്യം പറയണ കേട്ടോ. തൊടല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. മറ്റേ മുറ്റടിക്കൽ കഴിഞ്ഞു. ഒരുപാട് കരിയിലകളായിരുന്നു ഫ്രണ്ടിലും. പിന്നെ അടിക്കണത് തന്നെ കാണിച്ച് എന്തിനാ വെറുതെ നിങ്ങളെ പുറടിപ്പിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ. ബാക്കിൽ കുറേ കരിയിലകൾ വീഴും. ഇവിടെ റംബൂട്ടാൻ്റെ കുറേ കരിയിലകൾ അങ്ങനെ കുറേ വീഴും. അപ്പോൾ നമുക്ക് ചുറ്റോറും നടന്നിങ്ങനെ അടിക്കണം. അപ്പോൾ അത് തന്നെ ഒരു വലിയ പണിയാണ് വന്നു കഴിഞ്ഞാൽ. പിന്നെ കറികളൊക്കെ മമ്മി തന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കറികൾ എന്തുണ്ടാക്കും എന്ന് നോക്കണ്ട. കാരണം ചതുരപ്പയർ കാലത്ത് തന്നെ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തോരൻ വെച്ചു. പിന്നെ മമ്മിയുടെ മീൻകറി ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ പണികളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ അകൊക്കെ ഒന്ന് അടിച്ച് വാരണം, തുടയ്ക്കണം. പിന്നെ നമുക്ക് ആ ടൈം ടേബിൾ ഉണ്ടാക്കാം. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടണത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ് കമ്പ്യൂട്ടർ കേടായിപ്പോയി. ഞാൻ കമ്പ്യൂട്ടറിലാണ് എഡിറ്റിങ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. 4 ദിവസം വീഡിയോ ഇടാൻ പറ്റാണ്ടായപ്പോഴത്തേക്കും ഭയങ്കര ഒരു വിഷമവും ടെൻഷനൊക്കെ. ദൈവമേ, ഇടാൻ പറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമാവുമല്ലോ, ഇതെൻ്റെ യൂട്യൂബിൻ്റെ ചാനലിനെ ബാധിക്കുമല്ലോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് എന്താ പറയുക, ഇതെൻ്റെ ഒരു പാഷനായിരുന്നു. ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം, എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് നേടിയെടുക്കണം എന്നുള്ളതൊക്കെ. കാര്യം കുറേ പൈസ സമ്പാദിക്കുക എന്നതാണ് ആദ്യത്തെ ഒരു എയിം. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്കിത് ഇഷ്ടമാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. അപ്പം നമ്മളെന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ 100% എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. റിസൾട്ടിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. അതാണ് കേട്ടോ കാര്യം. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു റിസൾട്ടും കിട്ടി തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലായാലും നമ്മളിപ്പോൾ ചെയ്യുന്ന കുടുംബ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അടുക്കള ജോലിയിലായാലും എന്തിലായാലും 100% കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്ന് ഒന്നുമില്ല. അതൊന്നും ചിലപ്പോൾ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ കുറ്റം മാത്രം കേൾക്കേണ്ട അവസ്ഥ വരാം. എനിക്കും അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ബോധർ ചെയ്യാൻ വേണ്ട. എല്ലാവരും നമ്മളെപ്പറ്റി നല്ലത് പറയണം. ഒരു ആരാന്നെനിക്ക് ഓർമ്മയില്ല, വലിയൊരാൾ പറഞ്ഞിട്ടുണ്ട്, അമിതമായിട്ട് നമ്മളൊന്നും ആഗ്രഹിക്കാതിരിക്കുക. ആഗ്രഹിക്കുമ്പോഴാണ് സങ്കടം കൂടണേ. ഒന്നും ആരിൽ നിന്നൊന്നും ആഗ്രഹിക്കേണ്ട. അപ്പോൾ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും.
അപ്പോൾ നമ്മൾ 100% ചെയ്യേണ്ട ഡ്യൂട്ടി കറക്റ്റായിട്ട് അങ്ങ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം സന്തോഷിക്കാനായിട്ടുള്ള വക വരും കേട്ടോ. എന്തെങ്കിലും നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു ദിവസം ഉണ്ടാവും. ഒന്നും നമ്മൾ ഈ ചെയ്യുന്നതൊന്നും വെറുതെ അല്ല. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഒന്നും വെറുതെ അല്ല. ഒരു ദിവസം ഏതെങ്കിലും ഒരു ടൈമിൽ എനിക്കിതിൽ നിന്നൊരു റിസൾട്ട് കിട്ടും. കാരണം ഞാനിപ്പോൾ ഇതൊരു എൻ്റെ ഒരു വരുമാന മാർഗം. ഇപ്പോൾ വർക്കിംഗ് മദേഴ്സ് ഇപ്പോൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നില്ലേ, അതേപോലെ തന്നെ എൻ്റെ ഒരു വരുമാനം എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ ചെയ്യുന്നൊരു ജോലിയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. നമ്മളൊരു കാര്യത്തിനെ പറ്റിയിട്ട് പോസിറ്റീവായിട്ട് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതേ വരുള്ളൂ. ഇപ്പം നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കണം, അതൊന്നും കാര്യമില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതേ വരുള്ളൂ. അത് അപ്പോൾ നമ്മളെന്ത് ജീവിതത്തിൽ എന്തെങ്കിലും നമ്മളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉറച്ച് വിശ്വസിക്കണം, എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്കത് നേടാൻ പറ്റും എന്നുറച്ച് വിശ്വസിച്ചിട്ട് നമ്മൾ 100% അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% നമ്മളതായി തീർന്നിരിക്കും. കൂടെ ഇത്തിരി ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ പറയണോ കാര്യം, എല്ലാതും സ്മൂത്തായി നമ്മുടെ ജീവിതത്തിൽ നടക്കും. പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളൊക്കെ വരണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളത് ശ്രദ്ധിക്കണം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. കാരണം നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തു, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രയോറിറ്റി കൊടുത്ത് മറ്റുള്ളവരുടെ ഫീലിങ്സിനൊന്നും ഒരു പ്രയോറിറ്റി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്, കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്കത് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ അടിച്ച് തുടയ്ക്കൽ, മുറ്റടിക്കൽ, എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി തുണി മടക്കുക, കുളിക്കുക, അതും കൂടിയാണ് ലാസ്റ്റത്തെ ഒരു ജോലിയുള്ളത് കേട്ടോ. അപ്പോൾ അതേ നാട്ടിൽ നിന്ന് പെരുന്നാളായതുകൊണ്ട് പിള്ളേർക്ക് കുറച്ച് കളിസാധനങ്ങളൊക്കെ വാങ്ങി. ഇത് അന്നമ്മേരെ ക്ലേ വാങ്ങിയതാട്ടോ അന്നമ്മയ്ക്ക്. ഇവരുടെ ബാക്കിയുള്ള 2 ബിരുദന്മാരുടെ കളിസാധനങ്ങളൊക്കെ ഇവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. എനിക്ക് ചെയ്യാൻ മടിയുള്ള ജോലികളിൽ രണ്ടാമത്തെ ജോലിയാണ് ഈ തുണി മടക്കി വയ്ക്കുക എന്ന് പറയുന്നത്. അമ്മയൊക്കെ നാട്ടിൽ നിന്ന് ഇടയ്ക്ക് വല്ലപ്പോഴും വരുമ്പം അമ്മ എനിക്ക് ചെയ്തു തരുന്ന ജോലിയാണ് കേട്ടോ ഈ തുണി മടക്കി വയ്ക്കൽ. എന്നാൽ ചേട്ടൻ്റെ മമ്മി വരുമ്പോഴും ഇങ്ങനെ ചെയ്തു തരാറുണ്ട്. അപ്പോൾ എനിക്ക് എന്തൊരു സമാധാനമാണെന്ന് അറിയാം. തുണി മടക്കണ്ടല്ലോ. ആദ്യത്തെ പണി പാത്രം കഴുകൽ, രണ്ടാമത്തെ പണിയാണ് ഈ തുണി മടക്കൽ. മടിയുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് കാരണം എനിക്ക് മടിയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കയ്യോടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ മടക്കി വയ്ക്കും. അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ മടി കൂടുകയുള്ളൂ. അപ്പോൾ തുണി മടക്കാൻ മടിയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പം അങ്ങ് മടക്കി വയ്ക്കാം. മടി വരും, പക്ഷെ എന്നാലും നമ്മൾ മനസ്സിൽ വിചാരിക്കണം, മടി വന്നു കഴിഞ്ഞാൽ കാര്യമില്ല, നമ്മൾ തന്നെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ തന്നെ കയ്യോടെ തന്നെ മടക്കി വയ്ക്കുക. അപ്പോൾ നമുക്കധികം കുറേ ടൈമൊന്നും വേസ്റ്റ് ആവില്ല. വീട്ടിൽ 5 പേരുള്ള കാരണം ഓരോരുത്തരുടെ ഡ്രസ്സുകൾ സെക്ഷൻ വൈസായിട്ട് നമ്മളിങ്ങനെ മടക്കി വെക്കണം. യൂണിഫോമിന് ഒരു സെക്ഷൻ, ടവലിന്, ചേട്ടൻ്റെ ഡ്രസ്സിന്, എല്ലാത്തിനും ഓരോ സെക്ഷനാണ്. അങ്ങനെ കുളി കഴിഞ്ഞിട്ടല്ലേ അടിച്ചു വാരലും തുടക്കലൊക്കെ ആകുമ്പോൾ മുറ്റടിക്കലിന് ഒരുപാട് നേരം ഉണ്ടായിരുന്നു. അപ്പം ശരീരമൊക്കെ ആകെ വേർക്കുമല്ലോ. എനിക്കങ്ങനെ വേർപ്പോട് കൂടി ഇരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പം ഞാൻ വേഗം പോയി കുളിച്ചു. ഇനി നമുക്ക് വേറെ പണികളൊന്നുമില്ല. ചോറുണ്ട്, മമ്മി തന്നച്ച കറികളുണ്ട്. ഭയങ്കര എന്താ പറയുക, സമാധാനമുണ്ട്. എന്ത് വെക്കണം എന്നുള്ള ഇതൊന്നുമില്ല. കാരണം എല്ലാ സാധനങ്ങളും കഴിഞ്ഞിരിക്കുക, എല്ലാതും അവസാനിപ്പിച്ചിട്ടാണ് നാട്ടിൽ പോയി. പച്ചക്കറികളും പലചരക്കും എല്ലാം അത് അവസാനിപ്പിച്ചിട്ട് നാട്ടിൽ പോയ. ഇനി ചേട്ടൻ ഇന്ന് ഓഫീസിൽ നിന്ന് വന്ന് എല്ലാം അതിന് വാങ്ങണം. അതിനേക്കാളും മുന്നേ നമുക്കിന്ന് ടൈം ടേബിൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നോട് 2-3 പേര് ചോദിച്ചു ഈ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കണമെന്ന്. അപ്പം എന്തായാലും ഇന്നാണ് അതിനുള്ള നല്ലൊരു ദിവസം. അതുകൊണ്ട് ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടായാലും പോട്ടെ അങ്ങോട്ട് വിചാരിച്ചു. എൻ്റെ മോയ്സ്ചറൈസർ ക്രീമൊക്കെ ആ പെട്ടിയിലിരിക്കുക. ഞാൻ ഒന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല. ഇന്ന് വൈകുന്നേരമായിട്ടൊക്കെ പുറത്തേക്ക് എടുക്കുള്ളൂ. ഇത് എൻ്റെ മേലെ ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ വേറെ ഒന്നുമില്ല, വേറൊക്കെ പെട്ടിയിൽ നിന്ന് ഇറക്കണം. അപ്പം നമുക്ക് പോയി ടൈം ടേബിൾ ഇടാട്ടാ. അപ്പം നമുക്ക് നമ്മുടെ ടൈം ടേബിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇപ്പോൾ നാളത്തേക്കുള്ള കാര്യം ഇന്ന് ചെയ്യും. അതിന് വേണ്ടി ഞാനൊരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഞാൻ അതിന് വേണ്ടി മാറ്റി വയ്ക്കും. എന്നിട്ട് ആലോചിച്ച് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ അങ്ങനെ തീരുമാനിക്കാൻ ചെയ്യുക. പക്ഷെ ചിലവർ ഞാനിപ്പോൾ കണ്ട വീഡിയോസിലൊക്കെ ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കണവരുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് നടക്കില്ല. ഇപ്പോൾ അവരുടെ കാര്യത്തിൽ ഒരാളുടെ കാര്യത്തിൽ നടക്കുന്ന പോലെ നമുക്ക് തന്നെ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്കിവിടെ ചേട്ടൻ വാങ്ങിക്കൊണ്ടിരുന്ന വെജിറ്റബിൾസ് അനുസരിച്ച് ഇപ്പം നമ്മളത് എഴുതി കൊടുത്താൽ അത് കിട്ടണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ പിന്നെ ഞാനത് നിങ്ങളോട് ഒരു സത്യസന്ധത കാണിക്കാത്ത പോലെ ആവില്ലേ. അപ്പോൾ അത് കാരണം ഞാൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ മൺഡേക്ക് ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് മൺഡേ തൊട്ട് തന്നെ തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ പുട്ട്, കടല, പപ്പടം, കാലത്ത് ഞാൻ അതാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ഒരു ഫിഷ് കറി, പിന്നെ എന്തെങ്കിലും ഒരു
വെജിറ്റബിൾ കൊണ്ട് ഒരു ഉപ്പേരി, അതായത് തോരനോ മെഴുക്ക് പുരട്ടിയോ എന്തെങ്കിലും വെക്കും. പിന്നെ ഫിഷ് കറി ഉള്ള കാരണം ആ മീൻ തന്നെ കുറച്ച് മാറ്റി വെച്ച് വറുക്കും. ഇതാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഇത് പരിപ്പാണ് ഇപ്പം നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പപ്പടം സാധനങ്ങളൊക്കെ ഞാൻ വറുക്കാറുള്ളൂ. അപ്പോൾ ഫിഷ് കറി ആയതുകൊണ്ട് ഞാൻ മീനാണ് വറക്കാൻ ഉദ്ദേശിച്ചേക്കണം, എന്തെങ്കിലും ഒരു ഉപ്പേരി. ഇതേ ഫുഡ് തന്നെയാണ് ഞാൻ നൈറ്റിലും കഴിക്കുക. വേറെ സെപ്പറേറ്റ് ആയിട്ട് കറി ഉണ്ടാക്കുക അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. നാളത്തേക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുട്ട് കടലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഫിഷ് കറി ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി അതിന് വേണ്ടിയിട്ടുള്ള സവാള തൊലി കളഞ്ഞ് വെക്കണം, വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെക്കണം, ചുവന്നുള്ളി, പിന്നെ തേങ്ങ ഇടുന്നുണ്ടെങ്കിൽ തേങ്ങ, ഇതൊക്കെ നമ്മൾ ചിരകി ഒക്കെ ഫ്രീസറിൽ റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മൾ എന്താണ് തോരൻ വെക്കണം അതൊക്കെ അരിഞ്ഞ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അപ്പം നമുക്ക് നാളത്തെ ജോലികൾ വളരെ എളുപ്പത്തിൽ കഴിയും കേട്ടോ. പിന്നെ നാളെ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ജോലികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജ് ക്ലീൻ ആക്കണം, ഒരു ബാത്റൂം നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യും, പിന്നെ 2 സെറ്റ് വിൻഡോ. അപ്പോൾ ഇപ്പം ഒരുപാട് സെറ്റ് നമ്മുടെ വീട്ടിൽ എല്ലാതും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വയ്യാണ്ടാവും. അപ്പോൾ 2 സെറ്റ് വിൻഡോ ക്ലീൻ ആക്കണം. പിന്നെ എല്ലാ ദിവസവും ഇപ്പം നമ്മൾ കുളിക്കണതിൻ്റെ മുന്നേ വാഷ് ബേസിൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കുളിക്കാൻ പോകും. ഞാൻ കുളിക്കാൻ പോകട്ടെ. അപ്പം നമ്മളെപ്പോൾ കുളിക്കാൻ പോവുകയാണെങ്കിലും ആ വാഷ് ബേസിൻ, ഒരു വാഷ് ബേസിനെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് കുളിക്കാൻ പോവാം. ഞാൻ പിന്നെ എപ്പോഴും ബാത്റൂം ക്ലീൻ ആക്കുന്നത് ഞാൻ കുളിക്കുന്നതോട് കൂടിയിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ട് വരും. അപ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര അഴുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓൾറെഡി ആ ബാത്റൂമിൽ തന്നെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടാവും, ഹാർപ്പിക്കും അങ്ങനത്തെ കുറച്ച് സോഡാപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കുപ്പിയിലാക്കി വെക്കും. അപ്പോൾ പിന്നെ നമുക്കത് ക്ലീൻ ആക്കാനായിട്ട് വലിയ പാടില്ല. അപ്പോൾ അതിനുള്ള ബ്രഷും സാധനങ്ങളൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ബാത്റൂം ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷേ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഇപ്പോൾ നാളെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അല്ലാത്ത ദിവസം നമ്മൾ എല്ലാ ദിവസവും കുളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കിയിട്ടാണ് വരാറ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തിങ്കളാഴ്ചത്തെ ടൈം ടേബിൾ ഇട്ടിരിക്കണേ. ഇനി എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന ഒരു ഓർഡർ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാനതിങ്ങനെ എഴുതി വയ്ക്കും, ഓരോന്ന് എഴുതി വയ്ക്കും. അപ്പോൾ ഞാൻ 5 മണിക്ക് എഴുന്നേക്കെ, വേക്കപ്പ് ടൈം 5 മണി, പിന്നെ ബ്രഷിങ് ടൈം, റിഫ്രഷിങ് ടൈം, അതായത് നമുക്ക് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യണം, പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി എന്തെങ്കിലുമൊക്കെ ഒരു ക്രീമൊക്കെ തേച്ച് മുടിക്ക് നീര് കെട്ടി, അതിനൊക്കെ കൂടി ഒരു 15 മിനിറ്റ്, 5 മണി തൊട്ട് ഒരു 5:15 വരെ. 5:15 ഉള്ളിൽ ആ വക കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ പ്രയർ ടൈമാണ്. പക്ഷെ പ്രയർ ടൈമിന് മുന്നേ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യണം. നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ തലേദിവസം എടുത്ത് വെച്ചിട്ടില്ലേ പച്ചക്കറികൾ, മറ്റേ തേങ്ങ ചിരവിയത്, വെളുത്തുള്ളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊക്കെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് തലേദിവസമൊക്കെ ഉണ്ടാക്കി വയ്ക്കുമല്ലോ. അതൊക്കെ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്താണോ ഇന്ന് കറി വയ്ക്കാൻ വേണ്ടത് അതിനനുസരിച്ച് എടുത്ത് പുറത്തേക്ക് വയ്ക്കണം. എന്നിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് പ്രയർ കേട്ടോ. 5:15 തൊട്ട് 5:30 വരെ എൻ്റെ പ്രയർ ടൈമാണ്. പക്ഷേ കുറേ നേരം ഇരുന്നിട്ടുള്ളതൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് അടുത്ത് പോയിട്ട് രൂപത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കും, ബൈബിളൊക്കെ തുറന്നൊരു 3-4 സെൻറ്റൻസ് ബൈബിൾ വചനങ്ങളൊക്കെ വായിക്കും. ഇന്നത്തെ ദിവസം ഫുള്ളും നന്നാക്കണേ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കും. അത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ആരെങ്കിലും അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് തുടങ്ങി വയ്ക്കും, ഭയങ്കര നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടും. പിന്നെ ഞാൻ 5:30 തൊട്ട് 6:30 വരെ എൻ്റെ കുക്കിംഗ് ടൈമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഡിറ്റോക്സിഫൈങ് വാട്ടർ ഞാൻ ഉണ്ടാക്കും. അതായത് ചെറു ചൂടുവെള്ളത്തിൽ ഫ്ലാക്സ് സീഡും ചിയാ സീഡും കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കുടിക്കും. അതും പിന്നെ നമ്മുടെ എല്ലാ കുക്കിങ്ങും, ചാറുകറി, ഉപ്പേരി, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, അതൊക്കെ അതിൻ്റെ കൂടെ അങ്ങോട്ട് കഴിയും. അപ്പം പുട്ട് കടലായതുകൊണ്ട് നമ്മൾ നാളികേരൊക്കെ ചരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ പുട്ടും എല്ലാം അത് റെഡിയാവും. അപ്പം 6:30-ക്കുള്ളിൽ എല്ലാ ജോലിയും തീരും. പിന്നെ 8:15 വരെ മക്കളെ എന്തെങ്കിലും, ഇപ്പോൾ മക്കളെ എഴുന്നേൽപ്പിക്കുക, മക്കളെ എന്തെങ്കിലും പഠിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. അവരെന്തായാലും ഞാൻ കാലത്ത് ഒരു 6 മണിക്ക് എഴുന്നേൽപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന ടൈം. അങ്ങനെ 8:15 വരെ അവർക്ക് സ്കൂളിൽ പോകുന്ന ടൈമാണ്. അപ്പോൾ 8:15 എല്ലാവരും സ്കൂളിൽ പോകും. അത് കഴിഞ്ഞിട്ട് ആദുൻ്റെ വണ്ടി നേരത്തെ വരും, അന്നമേരെ 8:15 വരെ. അപ്പോൾ 8:15 എല്ലാതും കഴിയും. ഇനി 8:15 തൊട്ട് ഒരു 8:25 വരെ എനിക്ക് റെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ. കാരണം ഇത്രയും നേരം നമ്മൾ നിൽക്കാണ്ട് ഓടായിരുന്നു, ഭയങ്കര എന്താ പറയുക, 1 മിനിറ്റ് പോലും റെസ്റ്റിലാണ് നമ്മൾ എല്ലാ ജോലികളും ചെയ്തിരുന്നതല്ലേ. അപ്പോൾ ഒരു എന്താ പറയുക, കുറച്ച് സമയം
റെസ്റ്റിംഗ് ടൈമാണ്. ഒരു 8:15 തൊട്ട് 8:25 വരെ ഒരു 10 മിനിറ്റ് റെസ്റ്റിംഗ് ടൈം. എന്നിട്ട് 8:25 തൊട്ട് 8:45 വരെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന സമയമാണ്. ഞാൻ മറ്റ് വീഡിയോസിലൊക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ എനിക്കൊരു ചമ്മലായതുകൊണ്ട് ഞാൻ ഒന്നും കാട്ടിയിട്ടില്ല. അപ്പോൾ 8:25 തൊട്ട് 8:45 വരെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന സമയമാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. നമ്മുടെ ബോഡിക്കൊരു എന്താ പറയുക, ഒരു സുഖം ഉണ്ടാവും അത് ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ അധികം ഫാറ്റ് ഒന്നും ആവാണ്ടും ഒക്കെ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ 8:45 തൊട്ട് 9 മണി വരെ ഫുഡൊക്കെ കഴിക്കും. എനിക്ക് 5 മിനിറ്റ് മതി ഫുഡ് കഴിക്കാം. അപ്പോൾ ഫുഡ് കഴിച്ച് പാത്രമൊക്കെ കഴുകി വെക്കുന്ന സമയമാണ് ഈ 8:45 തൊട്ട് 9 മണി വരെ, 15 മിനിറ്റ് സമയം. അത്രയ്ക്കുള്ള പാത്രങ്ങളെ ഉണ്ടാവുള്ളൂ. പിന്നെ 9 മണി തൊട്ട് 9:15 വരെ മുറ്റടിച്ച് വാരും. ഇപ്പം ഇന്ന് ഞാൻ ഓൾറെഡി കുറേ മുറ്റടിച്ച് വാരിയ കാരണം, ഒരുപാട് ചവറൊക്കെ മുറ്റം നന്നായിട്ട് അടിച്ച് വാരിയ കാരണം എനിക്ക് നാളെ അധികം മുറ്റടിച്ച് വാരേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കഴിയും. പിന്നെ 9:20 തൊട്ട് 9:50 വരെ വീടിൻ്റെ അകടിച്ച് വരണം, മറ്റേ ജനലേറെ പൊടി തട്ടണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് വിചാരിച്ചേക്കുന്നത് 2 സെറ്റ് ജനല നമ്മൾ വൃത്തിയാക്കണം. അപ്പോൾ അതൊരു അടിച്ച് വരുമ്പോൾ തന്നെ ആ പൊടി എല്ലാ ജനലേരും ജസ്റ്റ് ഒന്ന് അടിച്ച് വരുമ്പോൾ അങ്ങനെ പൊടി തട്ടുന്ന പോലെ ഏതിൻ്റെയാണോ നമ്മൾ തുടയ്ക്കേണ്ടത് അത് നന്നായിട്ട് പൊടി തട്ടി നമ്മൾ വൃത്തിയാക്കണം. അപ്പം എല്ലാതും അങ്ങനെ ക്ലീൻ. പിന്നെ മാറാമ്പിലൊക്കെ അടിച്ച് നമ്മളിങ്ങനെ അടിച്ച് വരുമ്പോൾ എന്തായാലും ഒരു കുറച്ച് സമയം എടുക്കും. അപ്പോൾ 9:20 തൊട്ട് 9:50 വരെ ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് അടിച്ച് വരാൻ തന്നെ സമയം വേണം. പിന്നെ 9:50 തൊട്ട് 10:20 വരെ ഞാൻ ജനല തുടയ്ക്കും. അത് നമുക്ക് അതിൻ്റെ വിൻഡോ കമ്പികളൊക്കെ തുടച്ച്, പിന്നെ വിൻഡോൻ്റെ ആ ചില്ലൊക്കെ ഇല്ലേ, ജനലേറെ ചില്ല്, അതൊക്കെ തുടയ്ക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം സമയമാണ്. അപ്പോൾ 9:50 തൊട്ട് 10:20 വരെ വിൻഡോ തുടയ്ക്കുന്ന സമയമാണ്. പിന്നെ ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും കേട്ടോ. 10 മിനിറ്റ് പിന്നെ റെസ്റ്റാണ്. കാരണം ജനലൊക്കെ തുടച്ച് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ കൈയൊക്കെ വേദന എടുക്കും, കഴയ്ക്കും. ഇങ്ങനെ കിടന്നിങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കൈയൊക്കെ കഴച്ചൊടിയാറാവും. പിന്നെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കുക. പിന്നെ 10:30 തൊട്ട് 11 മണി വരെ ഫ്രിഡ്ജ് നമ്മൾ ക്ലീൻ ആക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ക്ലീൻ ആക്കാം. അപ്പോൾ അത്രയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുകയാണെങ്കിൽ വലിയ എഴുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ 10:30 തൊട്ട് 11 മണി വരെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനായിട്ടുള്ള സമയമാണ്. എന്നിട്ട് 11 മണി തൊട്ട് 11:30 വരെ ബാത്റൂം ക്ലീനിങ്, എന്നിട്ട് കുളിക്കും. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വാഷ് ബേസിൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി, നമ്മുടെ ഹാൻഡ് വാഷ് കൊണ്ട് തന്നെ ക്ലീൻ ആക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ക്ലീൻ ആക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുള്ളൂ കേട്ടോ. വേറെ കെമിക്കലൊന്നും ഇടേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ 11 മണി തൊട്ട് 11:30 വരെ ബാത്റൂം ക്ലീൻ ചെയ്യുക, എന്നിട്ട് കുളിക്കാം. പിന്നെ 11:30 തൊട്ട് നമുക്ക് റെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ. 11:30 പിന്നെ നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ള TV കാണണോ, TV കാണാൻ, വായിക്കാം. ഞാൻ പിന്നെ 11:30 തൊട്ട് കുറച്ച് നേരം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ നാളെ എന്ത് വേണം, നാളെ എന്ത് മെനുവാണ് തയ്യാറാക്കണ്ടേ എന്നുള്ളത് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞാൻ തീരുമാനിക്കാറ് കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒരു ടെൻഷനും ഇല്ല, സുഖമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. നാളെ എന്തുണ്ടാക്കും ദൈവമേ, നാളെ എന്താ പലഹാരം, നാളെ എന്താ കറി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പം അങ്ങനെ ഈ പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തൊക്കെ തുടങ്ങണം. പിന്നെ നമുക്കിപ്പോൾ 11:30 തൊട്ട് റെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ സമയം കണ്ടെത്തിയിട്ട് അങ്ങനെ പലഹാരം ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എൻ്റെ ഒരു ടൈം ടേബിളാണിത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ടാറ്റാ.